ഇറാനിൽ നിന്നും ഏവരും പ്രതീക്ഷിച്ച ആ വാർത്ത വന്നിരിക്കുന്നു. യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ലോകം മുൾമുനയിൽ നിന്ന ആ നിമിഷങ്ങൾക്ക് അറുതി വരുത്തി ഇസ്രയേൽ എന്ന തമ്മാടി രാഷ്ട്രം മറ്റൊരു യുദ്ധത്തിനു കൂടി ലോകത്ത് തുടക്കമിട്ടിരിക്കുന്നു എന്ന വാർത്തകൾ വരികയാണ്. ഇറാനിലെ 5ഓളം സ്ഥലങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതായുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. ജനീവയിൽ നടന്നു പോന്ന അമേരിക്ക ഇറാൻ ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും അടുത്ത ഘട്ടം ചർച്ച വിയന്നയിൽ നടക്കുന്നത് വരെയും ആക്രമണങ്ങൾ പാടില്ലെന്ന് മധ്യസ്ഥരായ ഒമാൻ വിദേശകാര്യമന്ത്രി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ സമയം പുലർച്ചെയോടെ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തുന്നു. ഞങ്ങൾ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ ആ പ്രഖ്യാപനം. അതിന് തൊട്ടു പിന്നാലെ ഇറാനിൽ 5 ഇടങ്ങളിൽ സ്ഫോടനം നടന്നു എന്ന വാർത്ത രാവിലെയോടെ തന്നെ എത്തുന്നു. എന്നാൽ അത് ആക്രമണമാണോ എന്ന് സ്ഥിരീകരിക്കാൻ അല്പം സമയം വേണ്ടി വരുന്നു. നേരത്തെ ഇറാനുമായുള്ള ആക്രമണം ആദ്യം ഇസ്രയേൽ തന്നെ തുടങ്ങണമെന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ആക്രമണം നടന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്ന് ടെഹ്റാൻ തന്നെയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, ജോംഹൂരി ഏരിയ നഗരമധ്യത്തിലെ ഈ ഭാഗങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഇടം സുപ്രീം ലീഡറുടെ ഓഫീസ് പരിസരമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിന് സമീപത്തായി വലിയ സ്ഫോടനം നടന്നതായും ആകാശത്തേക്ക് പുക ഉയരുന്നത് കണ്ടതായുമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള പ്രധാന ആണവ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ് സ്ഫോടനം നടന്നത്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടെ ആക്രമണങ്ങൾ നടന്നതായുള്ള സൂചനയുണ്ട്. ഫോർഡോ ആണവ നിലയം, ഇസ്ഫഹാൻ ആണവ നിലയം, ഈ ആണവ നിലയങ്ങളെ ലക്ഷ്യമാക്കിയും ആക്രമണങ്ങൾ നടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇസ്രയേൽ ഇതിനെ ഒരു പ്രീ എംപ്റ്റീവ് അറ്റാക്ക് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇസ്രയേലിന് നേരെ ഉണ്ടായേക്കാകുന്ന ഭീഷണികൾ മുൻകൂട്ടി കണ്ടു നടത്തിയ ആക്രമണം എന്നാണ് ഇസ്രയേൽ അതിനെ സ്ഥിരീകരിച്ചിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്യം പ്രധാനമായും ആണവ കേന്ദ്രങ്ങളാണ് എന്നും ഇസ്രയേൽ പറയുന്നു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഈ ആക്രമണം സ്ഥിരീകരിച്ചിപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന് നേരെ ഇറാനിൽ നിന്നുള്ള ഭീഷണി ഒഴിവാക്കാനാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രയേലിൽ നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തലസ്ഥാനത്ത് സ്ഫോടനങ്ങൾ നടന്നതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ സമ്മതിച്ചെങ്കിലും കൂടുതൽ നാശനഷ്ടങ്ങളെ കുറിച്ചോ മറ്റ് അപകടങ്ങളെ സംബന്ധിച്ചോ ഉള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലിയ ജാഗ്രത തന്നെ അതുകൊണ്ട് ഉണ്ട്. വലിയ ജാഗ്രതയും അതോടൊപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള ഒഴിപ്പിക്കലുകൾ, പ്രത്യേകിച്ച് ഖത്തറിൽ അമേരിക്കൻ താവളം ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള ഒഴിപ്പിക്കലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ പൗരന്മാരോട് രാജ്യം വിട്ടു പോകണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങളിലെ പൗരന്മാരോടും ഉദ്യോഗസ്ഥരോടും രാജ്യം വിടുന്നതിന് വേണ്ടി അവരെല്ലാവരും ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം. ഏതായിരുന്നാലും അടുത്ത മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. എന്താണ് റിറ്റാലിയേഷൻ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. ഏതായിരുന്നാലും തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടുകൂടി യുദ്ധത്തിൽ അമേരിക്കയും പ്രത്യക്ഷമായി രംഗത്തേക്ക് വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു.